Welcome to all. BPAE 143 അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ബ്രിക്സ്. ഈ 5 രാജ്യങ്ങളിലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതിൽ ഇന്ന് യൂണിറ്റ് 4 and 5 ആണ് എടുക്കുന്നത്. ഇന്ന് 2 യൂണിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ വോള്യൂം അനുസരിച്ചിട്ടാണ് ഓരോരോ യൂണിറ്റിൻ്റെ. ചിലപ്പോൾ ചില യൂണിറ്റിൽ കൂടുതൽ കണ്ടൻസ് ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ വളരെ കൂടുതൽ ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇന്ന് 2 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് യൂണിറ്റ് 4 and 5. യൂണിറ്റ് 4 ജുഡീഷ്യറി. ഈ 5 രാജ്യങ്ങളത്തെ ജുഡീഷ്യറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, so judiciary in Brazil, Russia, India and Russia, BRICS. Okay, China കൂടി ഉണ്ട് കേട്ടോ, ചൈന. ഓക്കെ, ജസ്റ്റ് ഒമിറ്റ് ചെയ്താണ്. അപ്പോൾ ജുഡീഷ്യറി ഇൻ ബ്രസീല്, റഷ്യ, ഇന്ത്യ, അതേമാതിരി ചൈനയുണ്ട്, ദെൻ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, നോ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് യൂണിറ്റ് ഈസ് ദാറ്റ് ഈ ജുഡീഷ്യറി എന്നുള്ള പദം ലാറ്റിൻ വേർഡ് ജുഡെക്സ്, ജുഡീഷ്യറി എന്ന് പറയുന്ന വേർഡ് മിക്കവാറും വേർഡുകൾ ലാറ്റിൻ ആണ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജുഡീഷ്യറി അങ്ങനെയാണ്, ലാറ്റിൻ വേർഡ് ജുഡെക്സ്, അവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചോദ്യത്തിലുണ്ടായിരിക്കും എവിടെ നിന്നാണത്. അപ്പോൾ ഇതൊക്കെ എഴുതണം, എവിടെ നിന്നാണ് ഈ ജുഡീഷ്യറി. കാരണം ജുഡീഷ്യറി എല്ലായിടത്തും they play a vital role. Okay, which meant to guess or judge. Okay, ജഡ്ജ് ചെയ്യുന്നതാണ് ജുഡീഷ്യറി. The judiciary represents the judicial system of a nation. അല്ലേ? രാജ്യത്തിന്റെ ചില രാജ്യങ്ങളിലെ ജുഡീഷ്യറി വളരെ സ്ട്രോങ് ആയിരിക്കും. യാതൊരു എന്താ പറയേണ്ട വിധത്തിലുള്ള സൊസൈറ്റി ഉണ്ടാവുമല്ലോ, അത് ചിലത് പിന്നെ അത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. എന്നേക്കുള്ള ഞാൻ ഉദാഹരണം പറയാം. പണ്ട് ഒരു വേർഡ് ഉപയോഗിച്ചിരുന്നു, ടേം ഫാമിലി പ്ലാനിങ്. അത് മാറ്റിയിട്ട് ഫാമിലി വെൽഫെയർ ആയിപ്പോ. അതേ പ്രകാരം പല പല നിയമങ്ങളും അതേമാതിരിയുള്ള അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോ അത് നമ്മുടെ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോരോ ഗവൺമെന്റും ചെയ്യുന്നത്. ഇന്റർപ്രറ്റ്സ് ലോ ഓഫ് ദ ലാൻഡ് ആൻഡ് ആക്ട്സ് ആസ് എ ഗാർഡിയൻ ഓഫ് ദ സിറ്റി. സിറ്റിസന്റെ ഗാർഡിയനാണ് കോടതി. നമുക്ക് ആശ്രയിക്കാവുന്ന അവസാനത്തെ ഇതാണ് ജുഡീഷ്യറി, അറിയല്ലോ. അപ്പൊ അത് നമ്മുടെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, സോഫാർ പ്ലേയിങ് എ വൈറ്റൽ റോൾ. നല്ല വിധത്തിലാണ്, ഒരു വിധത്തിൽ പോകുന്നു. അതേമാതിരി ആ ജനങ്ങൾക്ക് ഓരോ വിഷമങ്ങളുണ്ടെങ്കിലും അവര് മുഖം നോക്കാതെ അവര് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. Lord Brace has rightly pointed out that there is no better test of the excellence government than the efficiency. നോക്കൊരു രാജ്യത്തില് ജുഡീഷ്യറി വീക്കാണെങ്കിൽ ആ രാജ്യത്തിന്റെ കാര്യം പോക്കാണ്. കാരണം എന്ത് മനസ്സിലെ ആളുകൾക്ക് ചെയ്തുകൂടെ നിയമങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് ട്രാഫിക് റൂൾസിൽ വിചാരിക്കുക, എങ്ങനെ വെച്ചാൽ വണ്ടി ഓടിച്ചുകൂടെ, ലെഫ്റ്റ് നിന്ന് റൈറ്റ് സിഗ്നൽ നോക്കണ്ട, അല്ലേ? അപ്പൊ ഈ ജുഡീഷ്യറി വീക്ക് കാണിച്ചാൽ സ്ഥിതി അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇൻ ഓൾ the countries we may find well developed judicial system. മിക്കവാറും there is an international court of justice, അതായത് നമ്മുടെ യുഎന്നിന്റെ. അപ്പൊ അവരൊക്കെ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓരോ രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ സം വേരിയേഷൻ, പക്ഷെ ഓഫ് കോഴ്സ് ഓരോ രാജ്യങ്ങളിൽ വേരിയേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, നമ്മുടെ പ്രസിഡന്റ് ആണ്, ബ്രിട്ടനിലെ കിങ് ആണ്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്, പ്രസിഡന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ലൈഫ് ലോങ് പ്രസിഡന്റ്, ചൈനീസ് പ്രസിഡന്റ് ലൈഫ് ലോങ് ആണ്. അപ്പൊ മാറ്റങ്ങൾ നിയമത്തിൽ പല കാര്യങ്ങളുണ്ടോ, ഓരോ രാജ്യത്തിന്റെ ഒരേ മാതിരി ആവില്ല. ഈ ജപ്പാന്റെ എടുക്കൂ, അവിടെ ചക്രവർത്തി എന്താണ് പറയാ, ഓക്കെ, അതാണ്. പക്ഷെ പ്രൈം മിനിസ്റ്റർ ഉണ്ട് അവിടെ. അങ്ങനത്തെ സിസ്റ്റമാണ് ഓരോ സ്ഥലത്ത്. അമേരിക്ക പ്രസിഡന്റ് ഈസ് പവർഫുൾ, മനസ്സിലായില്ലേ? I can tell you in the world, perhaps the most powerful person in the world. ആരെ? അമേരിക്കൻ പ്രസിഡന്റ്, മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ സ്ട്രോങ് അല്ല, നമ്മുടെ റഷ്യയിലത്തെ പ്രസിഡന്റോ ചൈനയിലത്തെ പ്രസിഡന്റോ സ്ട്രോങ് അല്ല എന്നല്ല പറയുന്നത്. കാരണം എന്താണ് വ്യത്യാസം? There is difference between Russia and നമ്മുടെ ഇന്ത്യയും റഷ്യയും നമ്മുടെ എന്താ പറയുക US വ്യത്യാസമുണ്ട്.
എന്താ കാരണം അറിയോ? അമേരിക്ക അതെ ഡെമോക്രസിയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അതായത് ഇലക്ഷനോടുകൂടെ പ്രസിഡന്റ് വരുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ ഡെമോക്രാറ്റിക്, പക്ഷെ ഹീസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. 4 കൊല്ലാണ് അയാളുടെ ടെനർ, നമ്മുടെ 5 കൊല്ലാണ്. അപ്പൊ അയാൾക്ക് മാറ്റാനും പിടിക്കാനൊന്നും പറ്റില്ല, അൺലെസ് വയലേഷൻ ഓഫ് അങ്ങനെ എന്തെങ്കിലും അല്ലാതെ മാറ്റാൻ പറ്റില്ല അയാളെ. അത്ര പവർഫുൾ ആണ് അദ്ദേഹം, മനസ്സിലായില്ല? അത് സെയിം വേ ഇൻ റഷ്യയിൽ ഇന്നലെ ഞാൻ ആൾറെഡി പറഞ്ഞതാണ് പുടിൻ. അയാളുടെ 1935 വരെ അയാളെ പ്രസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ വേരിയേഷൻ വരും, ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി. ഓരോരുത്തരുടെ ഐഡിയോളജി ഉണ്ട്. നമുക്ക് ഭൂട്ടാൻ ഇവരെ നമ്മുടെ ബുദ്ധമതത്തിന്റെ ഐഡിയോളജി മനസ്സിലായില്ലേ? ശ്രീലങ്ക അതേ പ്രകാരം അവരുടെ ഐഡിയോളജി പലതും ഡിഫറെന്റ് ആണ്. പക്ഷെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഇന്ത്യക്ക് ഉണ്ട്. 5ാമത്തെ മോസ്റ്റ് പവർഫുൾ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. ഡെവലപ്ഡ് അല്ല. ഡെവലപ്ഡ് ഏതാ? USA, ജപ്പാൻ, ചൈന, അതൊക്കെയാണ് ഡെവലപ്ഡ്. ഡെവലപ്പിംഗ് പറഞ്ഞാൽ അവിടേക്ക് എത്താൻ പോകുന്ന ഇന്ത്യ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻ ഓൾ ദ കൺട്രീസ് വി മേ ഫൈൻഡ് എ വെൽ ഡെവലപ്ഡ് ജുഡീഷ്യറി. എല്ലായിടത്തും. പിന്നെ റഷ്യയിലൊക്കെ, അമേരിക്കയിൽ റഷ്യ പറഞ്ഞ വീക്കാണ് അവിടുത്തെ ജുഡീഷ്യറി കുറച്ച്. പക്ഷേ അമേരിക്ക അങ്ങനെയല്ല. സുപ്രീം നമ്മുടെ പ്രസിഡന്റ് ഓഫ് അത് പോലും ആക്ഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. പറയണോ എന്താന്ന്? ക്ലിന്റൺ അറിയില്ല അയാളുടെ കഥ? മോണിക്ക അയാളുടെ കഥയില് അവസാനം എന്തായി? പാർലമെന്റ് എല്ലായിടത്തും അയാളെ മാപ്പ് ചോദിക്കേണ്ടി വന്നു. ഓൾഡ് നാഷണൽ മാപ്പ് ചോദിക്കേണ്ടി വന്നു, മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അതുകൊണ്ട് ഭാര്യയോട് മാപ്പ് ചോദിക്കുന്നു. ജനങ്ങൾ, അമേരിക്കൻ ജനതയോട് മാപ്പ് ചോദിക്കണമെന്ന് ചെയ്യേണ്ടിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്, മനസ്സിലായി? അങ്ങനെയൊക്കെ പല സംഭവ വികാസങ്ങളും ലോകത്തിൽ നടക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തർ ഐഡിയോളജി മറ്റേതൊക്കെയാണ്. പോട്ടെ, ഇനി ബ്രസീലിന്റെ കാര്യമാണ് പറഞ്ഞത്. ബ്രസീലിന്റെ പ്രസിഡന്റ് ആണ് ഏറ്റവും വലുത്. അവിടുത്തെ സ്റ്റേറ്റ് അവിടുത്തെ ജുഡീഷ്യറി. അപ്പൊ ഓരോന്നിനും വ്യത്യാസം. ജസ്റ്റ് നിങ്ങളെ എപ്പോഴും വായിച്ചാൽ മതി കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോ രാജ്യം ഓരോരോ വിധാണ്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യ വരെയാണ് ചൈന, ചൈന വരെയാണ് ജപ്പാൻ. അതേമാതിരി നീ പണം നോക്കൂ, 3 മാസം കൂടുമ്പോൾ പ്രധാനമന്ത്രി വരും, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ പ്രസിഡന്റ് മാറും, അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലേ പ്രധാനമന്ത്രിക്ക് ഇവിടുത്തെ, മനസ്സിലായി? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പ്രധാനമന്ത്രി വന്നത്. അപ്പൊ എന്താ പറയണമെന്ന് വെച്ചാൽ ഓരോന്നും വ്യത്യാസമാണ്. അപ്പൊ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതായത് ഡിഫറെന്റ് ആണെന്ന് അർത്ഥം. ബ്രസീൽ, എക്സാമ്പിൾ ഓഫ് പാകിസ്ഥാൻ, ഭരണം സുസ്ഥിരമല്ല. ശ്രീലങ്ക അല്ല, മ്യാൻമാർ അല്ല, മനസ്സിലായി? അങ്ങനെ പല ഇറാൻ അല്ല, ഇറാഖ് ഇല്ല, മനസ്സിലായ? അങ്ങനെ അപ്പൊ ഡെവലപ്മെന്റ് എഫക്ട് ചെയ്യും ജനങ്ങളുടെ ജീവിത രീതി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു ജനത, കോടിക്കണക്കിലുള്ള ഒരു ജനതയുള്ള ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് സ്കൂളിൽ പോകാൻ പാടില്ല, കോളേജിൽ പോകാൻ പാടില്ല പറഞ്ഞ എന്തായിരിക്കും? സ്ത്രീകളല്ലേ ഏറ്റവും കൂടുതൽ, പുരുഷന്മാരെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. മറക്കരുത്. വീട്ടിലത്തെ കാര്യം, കുട്ടികളുടെ കാര്യം, അങ്ങനെ ഭർത്താവിന്റെ ഭക്ഷണം, ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ ജോലിയും ചെയ്യണം. ഒരു ഏവറേജ് 8 മണിക്കൂറോ 9 മണിക്കൂറോ ഒരു ഭർത്താവ് ജോലി ചെയ്യുമ്പോൾ 14 മണിക്കൂറാണ് ഭാര്യ ജോലി ചെയ്യുന്നത്. തുണി തിരുമ്പണം, ജോലി ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം പാകം ചെയ്യണം, കുട്ടികളുടെ ഡ്രസ്സ് ഇതുവരെ നോക്കണം, കുട്ടികളുടെ സ്കൂളിൽ പോകണം, ഹോംവർക്ക് ചെയ്യിപ്പിക്കണം. കാര്യം അതല്ലേ? ഇതൊക്കെ ഫീമെയിൽ പ്ലേയിങ് എ വൈറ്റൽ റോൾ. പക്ഷേ ഇൻ അഫ്ഗാനിസ്ഥാൻ ഇത് പ്രൊഹിബിറ്റഡ്. അതായത് കോളേജിൽ പോരതെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള സിസ്റ്റമാണ് അവിടെ. അപ്പൊ കണ്ട വ്യത്യാസങ്ങൾ. അപ്പൊ നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല, എല്ലാവർക്കും പഠിക്കാനുള്ള അധികാരം. അവർക്ക് നമ്മൾ സ്പെഷ്യൽ വുമൺ കോളേജ്, മനസ്സിലായില്ലേ? എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൺ. ഓട്ടോണമസ് കോളേജസ് ആർ ദർ ഫോർ വുമൺ, മനസ്സിലായോ? ഗവൺമെന്റ് സ്കൂൾസ് ഇല്ലേ ഫോർ വുമൺ, കോൺവെന്റ് ഇല്ലേ വുമൺ, അല്ലേ? സോ ബ്രസീൽ അഡോപ്റ്റഡ് വെൽ ഡെവലപ്ഡ് ജുഡീഷ്യൽ സിസ്റ്റം. വെൽ ഡെവലപ്ഡ് അഡോപ്റ്റ് ചെയ്യും, പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും കൂടി നോക്കണം കേട്ടോ. നമ്മൾ ഈ റൂൾ ഉണ്ടാക്കിയാൽ പറയാം, അത് ഇംപ്ലിമെന്റ് ചെയ്യും കൂടി വേണം. ഞാൻ പറയുന്നത് ആരെയും മോശമായിട്ടല്ല പറയുന്നത്, കാരണം ഇത് നമ്മൾ കാണുന്നല്ലേ, ഓരോന്ന് ഡെയിലി പത്രം വായിക്കലും നമ്മൾ കാണുന്നതാണ് നമ്മളെ പറയുന്നത്. Going by the civil law tradition, the system divide cases into different jurisdictions. The major judicial jurisdiction involve various അവിടുത്തെ ഘടന,
ഇപ്പൊ നമ്മുടെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതേമാതിരി ഇതൊക്കെയുള്ള സെഷൻ കോർട്ട്, മറ്റേ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതൊക്കെ ഇല്ലേ, അതേമാതിരി അവിടെ നോക്കിക്കോളൂ. സുപ്രീമോ ട്രിബ്യൂണൽ ഫെഡറൽ, അവിടുത്തെ സുപ്രീം കോർട്ട്, അത് വായിച്ചാൽ മതി നിങ്ങൾക്ക്. സുപ്രീമോ ട്രിബ്യൂണൽ ഫെഡറൽ, ബ്രസീൽ. ദെൻ അടുത്തത് സുപ്പീരിയർ ട്രിബ്യൂണൽ ഡി ജസ്റ്റിക്ക, സുപ്പീരിയർ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അവിടുത്തെ ഓരോ ഇതാണ് നിയമം. ട്രിബ്യൂണൽസ് റീജിയൻ, അതായത് ഹൈക്കോർട്ടായിരിക്കും, ഫെഡറൽ കോർട്ട്, മനസ്സിലായില്ലേ? അതാണ് 3 അപ്പോ സുപ്രീമോ ട്രിബ്യൂണൽ ഫെഡറൽ, സുപ്പീരിയർ ട്രിബ്യൂണൽ ഡി ജസ്റ്റിക്ക, ട്രിബ്യൂണൽ റീജിയൻസ് ഫെഡറായി, റീജിയണൽ ഫെഡറൽ കോർട്ട്സ്. അപ്പൊ ഇതിന്റെ പുറമെ ലേബർ കോഡ്, അതായത് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങള്, അവരുടെ വേജസ്, വെൽഫെയർ, ഇതൊക്കെ ടൈം, ഓഫീസ് ടൈം, അതൊക്കെ എന്നാലും അവരുടെ പേയ്മെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ എല്ലാം അതിന്റെ കോടതിയാണ് ലേബർ കോടതി. നമ്മുടെ ഉണ്ടല്ലോ ലേബർ കോർട്ട്. ഓക്കെ, ഇലക്ട്രൽ കോർട്ട്, ഇലക്ഷന്റെ സംബന്ധിച്ച് എന്തെങ്കിലും കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രൽ കോർട്ട് ഇല്ല കേട്ടോ നമ്മുടെ ഇന്ത്യയില്, ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ എന്തെങ്കിലും അതിൽ ഭരണഘടനയ്ക്ക് എതിരായി പോയിട്ടുണ്ടെങ്കിൽ നേരെ മറിച്ച് ഹൈക്കോടതിയിൽ പോകും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും. മനസ്സിലായില്ലേ? മനസ്സിലായി? നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് ഇന്ത്യയില് പാരാമിലിറ്ററി ഫോഴ്സ്, CRPF, BSF, അത് ഈ മിലിറ്ററി കോർട്ടിൽ വരില്ല കേട്ടോ. അത് പാരാമിലിറ്ററി ഫോഴ്സസ് ആണ്. BSF-ഉം ഇന്തോ ടിബറ്റൻ, ആസാം റൈഫിൾസ്, അതൊക്കെ ഹോം മിനിസ്റ്ററുടെ കീഴിലാണ്. ഹോം മിനിസ്ട്രി, മിലിറ്ററി ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിലാണ് കേട്ടോ ഇന്ത്യയില്. ഇപ്പൊ ഫെഡറൽ ഡിസ്ട്രിക്ട്, ഓക്കെ, ദ സ്റ്റേറ്റ് കോർട്ട്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഓക്കെ, അത് അവിടെ ഓരോ സ്റ്റേറ്റിന്റെ അവരെന്തൊക്കെ ചെയ്യുന്ന ക്രിമിനൽ മാറ്റേഴ്സ്, സിവിൽ മാറ്റേഴ്സ്, ഫെഡറൽ, ലേബർ, ഇലക്ട്രൽ, മിലിറ്ററി കോർട്ട്, ഇതൊക്കെ സംഭവം. ഓക്കെ. പിന്നെ ജുഡീഷ്യറി ഇൻ റഷ്യ, ശ്രദ്ധിക്കൂ കേട്ടോ. രാജ്യം വലുതായാൽ പോരാ, നിയമങ്ങൾ ഉണ്ടായാൽ പോരാ, അത് പാലിക്കണമെന്നാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ദ എക്സിസ്റ്റിംഗ് ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് റഷ്യൻ ഫെഡറേഷൻ ഇസ് ദ ഔട്ട്കം ഓഫ് ദ ജുഡീഷ്യൽ റിഫോം carried out in 1990 with the purpose to have judicial power. ഇതെല്ലാം കേട്ടുള്ള അവസാനം എന്താണെന്ന്, in the state as an independent branch of power. These efforts were based on the promise that democracy നിലകൊള്ളുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഡെമോക്രസി, ബ്രെഡിന് വേണ്ടി അവിടെ ബ്രെഡ് പോലും കിട്ടാതെ അതിഭയങ്കര കലാപങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ. ഡെമോക്രസി എത്രത്തോളം ഫ്രഷ് ആണ് അവിടെ പിന്നീട് ദൈവത്തിന് മാത്രമേ അറിയൂ. ഒന്നും പറയാൻ പോലും പറ്റില്ല അവിടെ. ഇന്ന് രാവിലത്തെ പത്രത്തിലുണ്ട് പിന്നെ ഒരു റഷ്യൻ വലിയൊരാള് യുക്രൈൻ എഗൻസ്റ്റ് ആയിട്ട്, യുക്രൈനിൽ റഷ്യ അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചതിൽ അയാളൊരു ഒപ്പോസിഷൻ അങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ആള് എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ലെങ്കിൽ മുങ്ങി മരിക്കും, അല്ലെങ്കിൽ സൂയിസൈഡ് ആയിരിക്കും. അവർ യഥാർത്ഥത്തിൽ മുങ്ങി മരിക്കുകയല്ല, സൂയിസൈഡും അല്ല. എത്രയോ ആളുകൾ അവിടെ റീസെന്റ് ആയിട്ട് സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 16ാമത്തെ നിലയിൽ നിന്ന് കീഴ്പ്പെട്ട് വീണു, 14ാമത്തെ നിലയിൽ നിന്ന് കീഴ്പ്പെട്ട് വീണു. അതെങ്ങനെ എല്ലാവരും ഗവൺമെന്റിന് മാത്രം ക്ലോസ് അറ്റാച്ച് ആയ ആളുകൾ ഇങ്ങനെ ബില്ലിന് മുകളിൽ കീഴ്പ്പെട്ട് വീണ് തള്ളിയിടും. കാരണം അവിടുത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഗവൺമെന്റിന്റെ ഡിഫറൻസ് ഒപ്പീനിയൻ. അപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട് ഒഴുക്കിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചിരുന്നു 32 വയസ്സായിരുന്നു. എവിടെ വെള്ളം എന്ന് വെച്ചാൽ അയാൾ ആരാന്ന് വെച്ചാൽ റഷ്യയോട് പറഞ്ഞു, നിങ്ങൾ യുക്രൈനിലെ അത് ആര് ഒപ്പോസിഷൻ പറഞ്ഞോ അവൻ ആയുസ് കമ്മിയെന്ന് അർത്ഥം പോരെ, പച്ച മലയാളത്തില്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല പറഞ്ഞ പത്രങ്ങളിൽ കാണുന്നതൊക്കെ പറയുന്നത്. എത്രയോ ആളുകള് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നത് ക്ലോസ് ആയിട്ടുള്ള പ്രസിഡന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള എത്ര 14ാമത്തെ നിലയിൽ നിൽക്കപ്പെട്ട് രാവിലെ നോക്കുമ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ. ഒരു സ്ത്രീ ഡിഫൻസ് മിനിസ്റ്റർ എന്തായിരുന്നു ഒന്ന് ഓർമ്മയില്ല എനിക്ക്, അവിടെ തന്നെ ആ സ്ത്രീ മോസ്റ്റ് പവർഫുൾ ലേഡി, അവര് റീസെന്റ് രാവിലെ നോക്കുമ്പോൾ അവിടെ തൂങ്ങി മരിക്കുന്നു. അവിടെ ഇങ്ങനെയൊക്കെ നടക്കും. ഏതായാലും ഇന്ത്യയിൽ അങ്ങനെയൊന്നും തൂങ്ങി മരിക്കുക അല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിരളാണ് ഇന്ത്യയില്. മറ്റേ പല കാരണങ്ങളും തൂങ്ങി മരിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ക്ലോസ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്ത അങ്ങനെയാണ്. ഇതാണ് അതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ the judicial reforms of Russia found the place of constitution. ജസ്റ്റ് വായിച്ചാൽ മതി. കാരണം ഇങ്ങനെ ഓരോ റിഫോംസ് പലതും അമെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഹൈക്കോർട്ടുണ്ട്, ആർബിട്രേഷൻ പറയുന്നത് എന്താണ്? സപ്പോസ് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേട്ടില്ലെങ്കിൽ മ്യൂച്വലായിട്ട് മൂന്നാമത്തെ ഒരാളെ വെച്ചിട്ട് അങ്ങോട്ടും
ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. അതാണ് ആർബിട്രേഷൻ. വിച്ച് ഈസ് അറ്റ് ദ ടോപ്പ്. അങ്ങനെ പോകുന്നു. എക്സ്ട്രാ ഓർഡിനറി കോഡ്സ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ റഷ്യ ഭരണഘടന പ്രകാരം. നമുക്ക് എന്തെങ്കിലും ആവശ്യം സ്പെഷ്യൽ കോർട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പല കാര്യങ്ങൾക്ക്. സ്പെഷ്യൽ കോർട്ട് ഞാൻ പറയട്ടെ എന്താണെന്ന്, നമ്മുടെ ടെററിസ്റ്റിന്റെ ഇതുണ്ടല്ലോ, നമ്മുടെ സ്പെഷ്യൽ കോർട്ട്സ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. CBIന്റെ സ്പെഷ്യൽ കോർട്ട് ഉണ്ട് ചിലത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അത് ഒരു സ്പെഷ്യൽ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി, അത് അമേരിക്കൻ റഷ്യയിലത്തെ ഇതില് നിലവിലില്ല. അങ്ങനെ നമ്മളെ പല കോർട്ടുണ്ട്. കാരണം ശ്രീലങ്കൻ ആളുകളെ പിടിച്ചത് അതിന്റെ ഒരു സ്പെഷ്യൽ കോർട്ട്, SIT എന്തൊക്കെ ഫുൾമെല്ലാം മറന്നുപോയി. കാരണം ഇത് ദിനം പ്രതി പുറന്നുവരുന്ന കേട്ടു. NIA UPA എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നല്ലേ. എന്തിനാ ഏതിനൊന്നും ഒന്നും അറിയില്ല, എല്ലാം കൺഫ്യൂസ്. ഇവിടുന്ന് പിടിച്ചിട്ട് അങ്ങോട്ടും, അവിടുന്ന് പിടിച്ച് ഇങ്ങോട്ടും ഓരോ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ചിട്ടൊക്കെയാണ് ഓരോ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഓരോ രാജ്യങ്ങളും. അപ്പോ അവർക്ക് എന്താ പറയേണ്ടത്, ഇപ്പൊ നിങ്ങൾ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഗൾഫ് കൺട്രി. ഒരാൾ ജയിലിൽ പോയി അങ്ങോട്ട് പോയാൽ അറിയും. ഇനിയിപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങോട്ട് വരാമെന്ന് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ദൈവത്തിന് മാത്രമേ അറിയും. ഒരു കൺസിഡറേഷൻ കൊടുക്കില്ല. പനിഷ്മെന്റ് ആണോ പെണ്ണോ എന്ന് നോക്കില്ല. അറിയാലോ, റീസെന്റ് ആയിട്ട് ഒരു മലയാളി സ്ത്രീ തൂക്കിക്കൊല്ലോ അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാനോ എന്തോ തീരുമാനിച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് ഫോർമർ ചീഫ് മിനിസ്റ്റർ അവർക്കൊക്കെ ഇതിനകത്ത് ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി. കാരണം അപ്പൊ എന്തുണ്ട്, എന്തോ ഒരു വണ്ടി ഓടിക്കുമ്പോ പിന്നെ ആക്സിഡന്റ് ആയിട്ട് ഒരു ആ സ്ത്രീയുടെ ഭർത്താവോ ആരോ എന്തോ ആ സ്ത്രീ വണ്ടി ഓടിക്കുമ്പോ ആരോ മരിച്ചതാണ്, തട്ടിയിട്ട് മരിച്ചു. അപ്പൊ എന്തുണ്ട് അവിടെ വരുമ്പോ എന്താ പറ്റുന്ന, ഒരു വിധത്തിൽ ദാക്ഷിണ്യം കാണിക്കില്ല. ആണോ പെണ്ണോ ഒരു ദാക്ഷിണ്യമില്ല. നമ്മൾ പിന്നെയും കുറച്ച് അനുകമ്പയുണ്ട്. അവിടെ ഇല്ല, ഷൂട്ട് ചെയ്ത് കൊല്ലും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു കൊല്ലാൻ. അപ്പോ ഒന്നുമില്ലെങ്കിൽ ആ അഫക്റ്റഡ് ഫാമിലിക്ക് കാശ് കൊടുക്കണം, സെവറൽ ലാക്സ്. ഇവരുടെ 10 പൈസയില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു, ഓർമ്മയുണ്ട്. ചില സമയത്ത് പലരും നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ സഹായിച്ചിട്ട് അങ്ങനെ പലരും പക്ഷെ നിയമം നടപ്പിലാക്കും. പക്ഷെ അവിടെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, കൊല്ലണ്ട എന്നുണ്ടെങ്കിൽ അഫക്റ്റഡ് പേഴ്സൺസും രണ്ടുപേരും കോംപ്രമൈസ് ചെയ്തിട്ട് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊല്ലാതിരിക്കൂ, അല്ലെങ്കിൽ കൊല്ലും. നിയമം നടപ്പിലാക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ തൂക്കി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോ കൃഷ്ണസ്വാമി ആരാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഹാൻഡിക്യാപ്ഡാണ്, നിയമപ്രകാരം എന്നെ കൊല്ലാൻ പാടില്ല. ഇപ്പൊ അയാളെ കോടതി നമ്മുടെ ജയിലില് തടിച്ചു കൊടുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളെ ജയിലിൽ കിടന്നു. അപ്പൊ എന്താ വെച്ചാ അവൻ ഒരു കൈയേ ഉള്ളൂ. അപ്പൊ ആ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒരാളെ തൂങ്ങി കൊന്നാൽ ചിലപ്പോൾ രാജ്യത്തിന് തന്നെ അതൊരു മോശമായിരിക്കും. സ്ത്രീകളെ നമ്മൾ തൂക്കിക്കൊല്ലാൻ അങ്ങനെയില്ല. അപ്പൊ രാജ്യത്ത്, പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല, കൊല്ലും. അതാണ് വ്യത്യാസം. നമ്മുടെ ഇന്ത്യ അതും കൂടി. അതാണ് ഇപ്പൊ മനസ്സിലായി എത്ര വ്യത്യാസം ഉണ്ടെന്ന്. Therefore, the judicial power of Russia is exercised by the constitution. പിന്നെ Supreme Court and arbitration by means of national criminal justice. Okay. Now, courts are further divided. The Constitutional Court, Constitutional Court of Russia, Constitutional Court of Russian Federation. എന്താ ഫെഡറേഷൻ? അനവധി രാജ്യങ്ങൾ കൂടിയതാണ് ഈ റഷ്യയിലെ. പല രാജ്യങ്ങളുണ്ട്, ബെലാറസ് ഒക്കെ. അതാണ് ഫെഡറൽ. പിന്നെ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് ആണ്, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് ആണ്. അവര് മനസ്സിലല്ലേ, സുപ്രീം കോർട്ട് റിപ്പബ്ലിക്, ഡിസ്ട്രിക്ട് കോർട്ട്, നമ്മുടെ ഇവിടെ ഉണ്ട്, മിലിറ്ററി കോർട്ട്, ആർബിട്രേഷൻ കോർട്ട്, പറയല്ലേ നമ്മുടെ ഇവിടെ ഉണ്ടതൊക്കെ. പിന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഓഫ് റഷ്യൻ ഫെഡറേഷൻ, അത് തന്നെ ജുഡീഷ്യറി. ഇനി പറയാൻ പോകുന്നത്, ഇത് റീജിയനിൽ പറഞ്ഞാൽ നമ്മുടെ ഹൈക്കോർട്ടൊക്കെ ഇല്ല, തന്നെ അത്ര കേട്ടാൽ മതി. ബാക്കി നിങ്ങൾ ഇത് ജസ്റ്റ് വായിച്ചാൽ മതി. എന്തറിയോ, ഓരോ രാജ്യത്തും ഓരോരോ വിധപ്പാ. എല്ലാം ഇപ്പൊ നമ്മുടെ ഇവിടെ നടക്കുന്നതന്നെ ഉള്ളൂ. പക്ഷെ പേരൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ ഉള്ളൂ, അതൊന്നുമല്ല. ഇതാ പിടിച്ചോളൂ, ഇന്ത്യയുടെ ജുഡീഷ്യറി ഇൻ ഇന്ത്യ. സുപ്രീം കോടതി പുസ്തകത്തിലില്ലാതെ, ഞാൻ പുസ്തകത്തിൽ നോക്കാതെ പറയുന്നത് ശ്രദ്ധിക്കുക. കാരണം ഈ പഠിക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾ എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ആയിരിക്കണം, അഡീഷണൽ നോളജ് വേണം, വാല്യൂ എഡീഷൻ വേണം. പുസ്തകത്തിലെ നോളജ് മാത്രം പോരാ. അതാണ് ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നത്. പുസ്തകത്തിലുള്ള നോളജ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ലേ. അത് കൂടാതെ ഇത് റിലേറ്റഡ് ആയുള്ള പല കാര്യങ്ങളുണ്ട്. സുപ്രീം കോർട്ട് ഡൽഹിയിലാണ്. ഓക്കെ.
നമ്മുടെ വിച്ച് ഈസ് കാൾഡ് അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. അപ്പെക്സ് എല്ലാം മീതെ. ഓക്കെ, ഈ പിന്നെ 34 ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ജഡ്ജസ് ഉണ്ട്, സുപ്രീം കോടതി ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് അടക്കം 34, 35. ഓക്കെ, അങ്ങനെ പിന്നെ ഡൽഹിയിലാണ് സുപ്രീം കോടതി. പിന്നെ അതിന് പുറമെ അവരുടെ കാലാവധി, അവരുടെ വളരെയധികം എന്താ പറയണ്ടേ, 65 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജസും ചീഫ് ജസ്റ്റിസും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാലോ ഹൈക്കോടതിയിലും സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. കൊളീജിയം റെക്കമെൻഡേഷൻ പ്രകാരം ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അവർക്ക് ജഡ്ജസ് ഇത്ര ഹൈക്കോടതിയിലെ 5 കൊല്ലം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് 10 കൊല്ലമൊക്കെ പ്രാക്ടീസ് ചെയ്ത ഇത് വേണം, എക്സ്പീരിയൻസ് വേണം കേട്ടോ. പിന്നെ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് 10ാം ക്ലാസ് പോയിട്ട് ജഡ്ജ് ആവാൻ പറ്റില്ല കേട്ടോ. കാരണം നിയമങ്ങൾ കലക്കി കുടിച്ച് ഇരിക്കണം, മനസ്സിലായില്ലേ? നിയമങ്ങള് ഇപ്പൊ മദ്രാസിലെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ജഡ്ജ്, അയാളെ അവിടെ നിന്ന് മാറ്റി കോഴിക്കോട് എവിടേക്ക്, അയാളെ ജഡ്ജായിരുന്നു, അയാളെ മാറ്റി കൽക്കട്ടയ്ക്ക്. അപ്പൊ അയാളെന്നെ ജഡ്ജ്മെന്റ് കൊടുത്തു, ഞാൻ പോവില്ലാന്ന്. അയാളെ ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കി. എങ്ങനെയുണ്ട്? അവിടുത്തെ ജഡ്ജാണ് ചെന്നൈയിലത്തെ മദ്രാസ് ഹൈക്കോടതി. അയാളെ ട്രാൻസ്ഫർ ചെയ്തു സുപ്രീം കോർട്ട് അങ്ങോട്ട് കൽക്കട്ടയ്ക്ക്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇയാളെന്നെ ഒരു ഇത് കൂട്ടിയിട്ട് ഒരു കോർട്ട് കൂട്ടിയിട്ട് അയാളുടെ ബെഞ്ച് എന്തൊക്കെ കൂട്ടിയിട്ട് അയാളെന്നെ തീരുമാനിച്ചു, ദിസ് ഈസ് ക്യാൻസർ, ഞാൻ പോയില്ലാന്ന്. പിന്നെ അയാൾക്ക് പനിഷ്മെന്റ് എന്തൊക്കെ കൊടുക്കേണ്ടത് 6 മാസം. വളരെ വലിയ അതൊക്കെ വേറെ കാര്യമാണ്. ഹിസ്റ്ററി അങ്ങനെയാണ്. അപ്പൊ ക്വാളിഫിക്കേഷൻ LLB LLM ഒക്കെ വേണമല്ലോ. അല്ലാണ്ട് എങ്ങനെയാണ് കോടതി ഫീസ് വെള്ളം കുടിക്കും. ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ജഡ്ജായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിപ്പിക്കും. കാരണം അവിടെ വരുന്ന ജഡ്ജസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹൈലി അവിടെ പോയിട്ട് ജഡ്ജസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടാൽ മതി. ജഡ്ജസിന്റെ ചീഫ് സെക്രട്ടറി ഞാൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ടതാണ്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുക, ഒരു കലക്ടറെ സമ്മൺ ചെയ്തു. എന്തോ ഇവിടുത്തെ ഒരു കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ കലക്ടറും ഹൈക്കോടതി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാള് പോയപ്പോ എന്താ പറയുക, പെട്ടെന്ന് അയാളെ വേഗം ഹാഫ് ഷർട്ട് ഇതൊക്കെ ഇല്ലേ, നമ്മുടെ ബുഷ് ഷർട്ട് ഇട്ടിട്ട് പോയി. ജഡ്ജ് ചോദിച്ചത് എന്താ അറിയും, ഹു ആർ യു? അപ്പൊ അയാൾ പറഞ്ഞു, ഐ ആം so and so, I am collector of so and so. You don't know how to keep the decorum of the court. There is a prescribed uniform, cloth you have to wear when you are appearing in the court. ബുഷർട്ട് മെയിനിട്ട് കോടതി പോകാൻ പറ്റില്ല കളക്ടർക്ക്. അതിന് ഒരു എത്തിക്സ് ഉണ്ട്. പറഞ്ഞു ഗോ ആൻഡ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു കോടതി. അങ്ങനെ വെള്ളം കുടിപ്പിക്കും ചില സമയത്ത്. അപ്പൊ നിയമങ്ങളെ കലക്കി കുടിച്ചിട്ട് പോയ അവർ കേൾക്കാൻ പോലും തയ്യാറാവില്ല. ഈവൻ ഗെറ്റ് ഔട്ട് എന്ന് പോലും പറയും ജഡ്ജി. നമ്മൾ കൂടുതൽ ആർഗ്യൂ ചെയ്ത ഗെറ്റ് ഔട്ട് എന്ന് പറയും, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്ന് പറയും. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കണ്ടു, യൂട്യൂബിൽ നോക്കൂ, അതില് നമ്മുടെ പറ്റ്ന ഹൈക്കോടതിയിലെ ജഡ്ജ് ഡയറക്ടർ ജനറൽ പോലീസിനെ വിളിച്ചിട്ട്, ഹൂ ഇസ് ദ ഡയറക്ടർ ജനറൽ പോലീസ്? യെസ്, നിങ്ങളെ സൂപ്രണ്ട് ഓഫ് പോലീസ് UP-യിലത്തെ ചോദിക്കുന്നു, എത്ര റീജിയൻ നിങ്ങളെ കവേർഡാണ്, എത്ര ഡിസ്ട്രിക്റ്റിലെ നിങ്ങൾ IGT എന്നാണ് തോന്നുന്നത്, IG. അപ്പൊ ഇന്നത് അപ്പൊ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഇന്ന വിധം എന്നുള്ളത് അറിഞ്ഞില്ലേ നിങ്ങള്? അപ്പൊ ഇല്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആ സ്ഥാനത്തിരിക്കണമെന്ന് നിനക്കോട് ചോദിക്കും. അപ്പൊ നമ്മള് എങ്ങനെ വേണം അറിയോ, ഒരു കോടതിയിൽ അപ്പീൽ ചെയ്യുമ്പോ ഇവിടുന്ന് ഏതെല്ലാം ചോദ്യം വരും, എന്തെല്ലാം ആൻസർ കൊടുക്കണം ആലോചിച്ചിട്ട് വേണം ഉള്ളു പോവാൻ. ഒരു വേർഡ് തെറ്റിയാൽ അത് അവര് വേറെ വിധത്തിലെടുക്കും. കാര്യം മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഞാനൊക്കെ റീജിയണൽ ഹെഡ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹൈദരാബാദിൽ മീറ്റിങ്ങിൽ പോകുമ്പോൾ വളരെ ടഫായിരുന്നു നമ്മുടെ ഡയറക്ടർ. ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക് പ്രചോദനം തരാൻ വേണ്ടിയിട്ട്. ചുമ്മാ പോയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ പോകുന്നില്ലേ, ചുമ്മാ പോയിട്ട് ഒരു പ്രിപ്പറേഷനിലൂടെ പോയിട്ടുണ്ടെങ്കിലേ വെള്ളം കുടിക്കും, കിട്ടുന്ന ജോലി പോലും കിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ മീറ്റിങ്ങിൽ പോണ സമയത്ത് എന്ത് ചെയ്യോ,
ഇതെല്ലാം നമ്മളെല്ലാം അസസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചില സമയത്ത് എല്ലാ റീജിയൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അവിടെ ഞാൻ 4 സ്റ്റേറ്റിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണമായിരുന്നു. MBA കോളേജ് 153 MBA കോളേജ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എവിടെ നിന്നെല്ലാം ചോദ്യം വരുമോ? നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യമല്ല വരിക, ഡയറക്ടർ ചോദിക്കുക. മനസ്സിലായി? നമ്മൾ ഓർക്കാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുക. മനസ്സിലായോ? ഓർക്കാത്ത ചോദ്യം നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് ചോദിച്ചത്. അപ്പം നമ്മളെ ഇതാണ് കേപ്പബിലിറ്റി. ഉദാഹരണം ഞാൻ പറയാം. ഒരു ചെറിയൊരു കാര്യത്തിൽ ഞങ്ങൾ റീജിയണൽ ഹെഡൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡയറക്ടർ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യം പറയാം, കണ്ടുള്ളൂ കേട്ടോ. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി നിങ്ങളും അറിഞ്ഞിരിക്കണം എന്താണ് ലോകം അല്ലെങ്കിൽ ഫ്യൂച്ചർ. ഇത് ഒരു കുട്ടി അപ്പോൾ എക്കണോമിക് ഒരു പ്രൊഫസറാണ്, എക്കണോമിക് ഒരു ലെക്ചർ, സീനിയർ ലെക്ചർ എന്താണ്. ആ സ്ത്രീ എക്കണോമിക്സിന്റെ ഒരു അക്കാഡമിക് പ്രസന്റേഷൻ ചെയ്യണം. അപ്പോൾ മാർക്കറ്റിങ്ങിനുണ്ട്, HR-ൻ്റെ ഉണ്ട്, ഇന്റർനാഷണൽ HR ഉണ്ട്, അങ്ങനെയുണ്ട്. ഓരോരുത്തർ ഓരോ പ്രസന്റേഷനാണ്, ഓരോരോ ഡിവിജൻ്റെ. അപ്പം ഞാനുണ്ട് അവിടെ. ഞാൻ അവിടെ പ്രസന്റ് ചെയ്യാൻ അവിടെ റീജിയനായിട്ട് എന്നുള്ള നിലയ്ക്ക്. അപ്പം എൻ്റെ റീജിയനിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ ആളുകളുണ്ട്. ഒരു കുട്ടി വാറങ്കൽ, ആ കുട്ടി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എക്കണോമിക്സിൻ്റെയാണ് കേട്ടോ. കണ്ടുള്ളൂ രസം. ഈവൻ ഷി വാസ് പ്രഗ്നന്റ് ആൾസോ. എന്താ അത് പറയാൻ കാരണം ഞാൻ പറയാം. ചില സമയത്ത് ഒരു വിട്ടുവീഴ്ചയില്ല, അതാ ഞാൻ പറയുന്നത്. ആ സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി നോക്കി. പ്രസന്റേഷൻ അപ്പം നമ്മുടെ ഡയറക്ടർ വളരെ ടഫാണ്. 34 വയസ്സേ ഉള്ളൂ. IIT റാങ്ക് 1, IIM അഹമ്മദാബാദ് റാങ്ക് 1. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ കീഴിലേക്ക് നമ്മൾ ജോലി ചേർന്ന് ടാസ്ക്. പിന്നെ പക്ഷെ നല്ല മനുഷ്യനാണ് കേട്ടോ. അപ്പൊ ഈ ഇങ്ങനെ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ആ കുട്ടി എക്കണോമിക്സിന്റെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ ചുമ്മാ കേട്ടോളൂ രസം. എവിടെ പോണു, എങ്ങനെ കഥ പോകണം നോക്കിക്കോളൂ. ആ കുട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് അവസാനം ഇയാൾ ഡയറക്ടർ എന്ന് ചോദിച്ചറിയോ, ഇത് നിങ്ങൾക്ക് ബാധകമാണ് കേട്ടോ, ചിലവർക്ക് അല്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് പിന്നെ ഒരു 5 ദിവസം മുമ്പേ എക്കണോമിക്സ് ടൈംസിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് വായിച്ചു എന്ന് വളരെ സൗമ്യമായിട്ട് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ഇത് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഈ മാറ്റർ പ്രസ്സില് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു, അത് വായിച്ചോ ഈ സ്ത്രീയോട്. അവർ ഇല്ല. അവസാനം ഡയറക്ടർ ചോദിച്ചു, വെറും വളരെ കേഷ്വലായിട്ട്, അപ്പൊ നിങ്ങള് ഏത് പേപ്പർ വായിക്കാരെ? തമാശ. അയാള് വളരെ കാര്യമായിട്ട് ഏത് പേപ്പർ വായിക്കാരെ? ഞാൻ പേപ്പറെ വായിക്കാറില്ല. എക്കണോമിക്സ് ലെക്ചറർ പേപ്പറേ വായിക്കാറില്ലെന്ന്. ആ സമയത്ത് എനിക്കറിയാം വെടിവെട്ടും എന്ന്. പത്രേ വായിക്കുക. എക്കണോമിക്സ് എങ്ങനെ പ്രൊഫസർ ക്ലാസ് എടുക്കുക? ലോകത്തിൽ എങ്ങനെയാണ് എക്കണോമിക്സ് ഇതേമാതിരി? ഞാൻ പാകിസ്ഥാന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഓരോ രാജ്യങ്ങളിൽ എക്കണോമിക്, ഇന്ത്യയുടെ കണ്ടീഷൻ പറഞ്ഞില്ലേ, ഓരോ ഇന്നലെ ആണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഇന്ത്യ പാസ്സാക്കിയിരുന്നത്. അപ്പൊ ഈ കേരളത്തിന്റെ 2 ദിവസം മുമ്പെയാണ് പാസ്സാക്കിയിരുന്നത്. ഇത് അറിയണ്ടേ? ലോകത്ത് നടക്കുന്നത് എന്താണ്, അമേരിക്ക എന്താണ്, IMF എന്താണ്, ഇതൊക്കെ അറിയണ്ടേ? പേപ്പർ വായിച്ചല്ലേ അറിയൂ. അപ്പൊ he became very, very angry. See, you don't know, he told you don't saying that you are an economic professor and you are not without reading a single newspaper എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ പേരില് ദേഷ്യപ്പെട്ടു. അയാളെ ദേഷ്യപ്പെട്ടു എന്ന് വെച്ചാൽ അത് കാര്യമായിട്ട് പ്രൊഫഷണൽ വേട്ടോ, അല്ലാണ്ട് പേഴ്സണൽ ആയിട്ട് ഇതല്ലല്ലോ. എക്കണോമിക് പിന്നെ പത്രം വായിക്കാതെ എക്കണോമിക്സ് എങ്ങനെ ക്ലാസ് എടുക്കുക? ഡെയിലി മാറ്റം. ഒരു വേണ്ട റുപ്പിയുടെ, ഡോളറ്, പൗണ്ട്സ് മാറ്റങ്ങളില്ലേ? അപ്പൊ ഇത് ചോദിച്ചു വെച്ചാൽ അറിയേണ്ടത് അതെങ്ങനെ ഡെയിലി പത്രത്തിലല്ലേ വരിക? എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം, പത്രം വായിച്ചോണ്ട് എടുത്തു പറഞ്ഞു. സാർ ഞാനും പോയി സ്ത്രീയോട് കൂടുതൽ ദേഷ്യപ്പെടണ്ട സാറേ, സോറി, ഐ ഷുഡ് നോട്ട്. അയാൾ ഭയങ്കര കണ്ണു അതായി, അയാൾക്ക് ദേഷ്യം വന്നിട്ട്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പേപ്പർ വായിച്ചില്ല, എങ്ങനെ, ഹൗ കൻ യു ടീച്ച് ദി സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എന്നാണ് അയാൾ ചോദിച്ചത്. കാരണം അയാൾ ഹൈലി പ്രൊഫഷണൽ ആണ്. അപ്പൊ അവസാനം ഞങ്ങൾ പോയി പറഞ്ഞു, കാരണം ഫിസിക്കൽ കണ്ടീഷൻ, ഹെയർ കണ്ടീഷൻ, ഷി വാസ് ഐ തിങ്ക് ശരീരത്തു നിന്നെല്ലാം മുഖത്തു നിന്നെല്ലാം വിയർക്കാൻ തുടങ്ങി. ആ കുട്ടി പേടിച്ചിട്ടാണ് അതുകൊണ്ട്. അവസാനം ഞാനും അവിടെ സോണൽ ഹെഡും കൂടി പോയിട്ട് ആ സൈഡിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാർ ഒരു കാര്യം പറയേണ്ട പറഞ്ഞു,
ജസ്റ്റ് ഒരു മിനിറ്റ്. അത് അയാൾ പെർമിഷൻ മേടിക്കുന്ന ഒരു കടലാസിൽ ജസ്റ്റ് 1 second വി വോണ്ട് ടു മീറ്റ് യു. വേഗം ഞങ്ങൾ കടലാസ് യെസ് കം. അപ്പോൾ അയാളോട് പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, ഫിസിക്കലി ഷീ ഈസ് നോട്ട് വെൽ, സോ കൈൻഡ്ലി ജസ്റ്റ് അവോയ്ഡ് ഫർദർ ക്വസ്റ്റ്യൻ. ഞങ്ങൾ വളരെ ആ കുട്ടി വേർക്കാൻ തുടങ്ങി പാവം. കാരണം അപ്പോൾ അത് ശരി, ഫിസിക്കൽ കണ്ടീഷൻ വയ്യ. അപ്പം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ശരിയല്ലല്ലോ. ശരിയാണ്, ആ കുട്ടിയുടെ തെറ്റ് പറ്റി, പക്ഷെ അത് കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ സാറ് അവസാനം എന്നിട്ട് ഇയാൾ തന്നെ പറഞ്ഞു, ഓക്കെ ഡോണ്ട് വറി, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി സംതിങ്, ഇത് ശരിയായിട്ട് പ്രൊഫഷണൽ പോയി എടുക്കുക എന്നിട്ട് ആ കുട്ടിയെ സമാധാനപ്പെടും. അപ്പൊ ഞാൻ ഇതെന്ന് എന്താ പറയുന്നത്, നമ്മളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ടെനർ 5 കൊല്ലം 65 വയസ്സോ. ടെനർ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ജുറിഡിക്ഷൻ ഓഫ് ദ കോർട്ട്, ഓരോ കോർട്ടിനും ജുറിഡിക്ഷൻ ഉണ്ട്, ഹൈക്കോർട്ടിനും ജുറിഡിക്ഷൻ ഉണ്ട്, അപ്പലേറ്റ് കോർട്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് വരുന്നുണ്ട് എല്ലാം. സ്പെഷ്യലി പിന്നെ ഒരു മിനിറ്റ് കേട്ടോ, ഒരു സെക്കൻഡ്. ഏത് നമ്മുടെ ഇവിടുത്തല്ലേ? ഓക്കെ, ഏതാ ഇന്ത്യയുടെ ഏതത് ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയുടെ അല്ലേ ഇത്? ഓക്കെ ഇന്ത്യ, യെസ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഓരോ അപ്പോയിന്റ്മെന്റ് ജഡ്ജസിനെ പറ്റി പറഞ്ഞു. യെസ്. അപ്പോ ഇവിടെ നമ്മളെ ജുറിഡിക്ഷൻ, അതായത് സുപ്രീം കോർട്ട് അപ്പലേറ്റ് ജുറിഡിക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പലേറ്റ് ജുറിഡിക്ഷൻ പറഞ്ഞാൽ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഇത്, അതായത് സുപ്രീം കോർട്ട് ഹയസ്റ്റ് കോർട്ട്, അത് നമ്മൾ എന്തെങ്കിലും അപ്പീൽ ചെയ്യാനുള്ള അധികാരം അവിടെ ഉണ്ട്. അടുത്ത് പിന്നെ സ്പെഷ്യൽ ലീവ്, അതായത് ഏതെങ്കിലും ഒരു കേസ് ഹൈക്കോടതിയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത കേസ് ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട് അധികാരം. പിന്നെ അഡ്വൈസറി ജുറിഡിക്ഷൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് എന്തെങ്കിലും ജഡ്ജസിനോട് ചോദിച്ചാൽ, ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചാൽ, അഡ്വൈസ് ചോദിച്ചാൽ കൊടുക്കണം ചില കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഓർമ്മിച്ചോളൂ, നമ്മുടെ ഹാങ്ങിങ്, തൂക്കിക്കൊല്ലുന്ന സമയത്ത് കൊല്ലണ്ട കേസൊക്കെ വരുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹി വിൽ സീക്ക് അഡ്വൈസ് ഫ്രം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. റിട്ട് ജുറിഡിക്ഷൻ, റിട്ട് അത് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, നിങ്ങളുടെ റിട്ട് ജുറിഡിക്ഷൻ വരുന്നുണ്ട്. അപ്പൊ പറയാം കേട്ടോ, സെപ്പറേറ്റ് ഹെഡിങ് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറയാം റിട്ട്. അതായത് ഓരോരുത്തർക്ക് എന്താ പറയുക, റിട്ട് സ്ത്രീകളെ 7 മണിക്ക് ശേഷം പോലീസ് സ്റ്റേഷൻ വിളിക്കാൻ പാടില്ല, ഫീമെയിൽ കോൺസ്റ്റബിൾ ഇല്ലാതെ, അങ്ങനെ ഓരോരുത്തർക്കും അധികാരങ്ങളുണ്ട്. ഓവർ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല, അധികാരത്തിന്റെ ഓവർ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല. ഓരോരുത്തർ അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ കോടതിക്ക് ഇന്റർഫിയർ, അതൊക്കെ റിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ പറയാം കേട്ടോ. പവർ ടു റിവ്യൂ. പിന്നെ ഓരോരോ ഹൈക്കോടതി എന്തെങ്കിലും ഒരു കേസ് വിധി പ്രഖ്യാപിച്ചാൽ അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ എല്ലാ റെക്കോർഡും മെയിൻറ്റെയിൻ ചെയ്യണം, സൂക്ഷിക്കണം. ഡിജിറ്റലോ ഏതായാലും സൂക്ഷിക്കണം. കാരണം 10 കൊല്ലം മുമ്പേ നടന്ന കേസാണ്. ഓർക്കണം, നിങ്ങളുടെ എന്താണ് പേര്, നമ്മുടെ പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്ത് ഭാരതി, മറ്റേ ആ കേസാണ് ഇപ്പോഴും, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ജഡ്ജ്മെന്റ് ആണ് ഇപ്പോഴും റെഫർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മുടെ ഈ ഓരോരോ ജഡ്ജ്മെന്റ് ഓരോ വിധത്തിലാണ്, അതെല്ലാം വിധത്തിലാണെന്ന് വെച്ചാൽ അത് കോട്ട് ചെയ്തിട്ടാണ് അടുത്ത ഫർദർ. അപ്പൊ ഇതെല്ലാം റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഹൈക്കോടതിലും അതെ, കോമ്പോസിഷൻ. ഓരോരോ ഹൈക്കോടതിയിലെ സ്ട്രെങ്ത് ഡിഫറെന്റ് ആണ്. നോക്കൂ, പിന്നെ ഹൈക്കോടതിയില് നമ്മുടെ 25 കോടതി ഉണ്ട്. നമ്മുടെ 3-4 സ്റ്റേറ്റിന്, 2 സ്റ്റേറ്റിന് ചിലപ്പോ ഒന്നേ ഉള്ളൂ, ഹരിയാന പഞ്ചാബ് ഒന്നേ ഉള്ളൂ. അതേമാതിരി ചില ചെറിയ സ്റ്റേറ്റിന് ഒന്നേ ഉള്ളൂ. മഹാരാഷ്ട്ര, ഗോവയ്ക്കും കൂടി ഒന്നായിരുന്നു ആദ്യം, ബോംബെ ഹൈക്കോർട്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ 25 ഹൈക്കോർട്ടാണ് നമ്മുടെ വീട്ടിലത്. പിന്നെ ഹൈക്കോർട്ട് ഇതിന് അപ്പോയിന്റ് ചെയ്ത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ക്വാളിഫിക്കേഷന്റെ പേരുടെ ചീഫ് ജസ്റ്റിസ്. കോമ്പോസിഷൻ ഓരോ സ്റ്റേറ്റിലും ഓരോന്നും ഇതാണ്. ഇനി നോക്കിയോളൂ, അലഹബാദ് ഹൈക്കോർട്ടില് 160 ജഡ്ജാണ്. അലഹബാദ് UP-യിലെ. തമിഴ്നാട്, അതായത് മദ്രാസ് ഹൈക്കോർട്ടില് 75ആണ്. സിക്കിമില് 3ആണ്. കേരളത്തില് 45 ഒന്നാണ്. അത് മാറി മറിഞ്ഞും കൊണ്ടിരിക്കും. കോടതിയുടെ സൈസും ഏറ്റവും ബിസിയസ്റ്റ് ആണ് അലഹബാദ്. ഓക്കെ, 160 ജഡ്ജാണ്. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, കാരണം സ്റ്റേറ്റ് വലിയ സ്റ്റേറ്റ് അല്ലേ. ഓക്കെ, അതാണ്. അടുത്ത ജുഡീഷ്യറി ഇൻ ചൈന. ഇതാ അവിടെ ലീഗൽ സിസ്റ്റം, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന PRC is defined by the government as a socialist legal system and is also referred to as a people court system. ചൈനയിലത്തത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ പറഞ്ഞത്, അതായത് അതൊന്നും അങ്ങോട്ട് മറികടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ലക്ഷ്മൺ രേഖയാണ് എല്ലാ കാര്യത്തിലും. അവർ പറഞ്ഞതാണ് നിയമം. അതന്നെ. And is also referred to as people's court
ഇപ്പോൾ കോർട്ടെന്നാണ്. പീപ്പിൾക്ക് അധികാരമുണ്ട് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം ജനങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അറിയില്ല നിങ്ങളുടെ ഇവിടെ മറ്റേ നമ്മുടെ അലിബാബ മെറ്റ, അയാളെ പോലും അവിടുന്ന് ഒരു പദവിയിൽ നിന്നെല്ലാം മാറ്റി. അറിയില്ല അയാൾക്ക് ഒരു ജോലിയില്ലാണ്ട് അവിടെ പോരേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ലോകത്തിലെ പ്രസിദ്ധനായ നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റ്, മനസ്സിലായില്ലേ? അപ്പം ആൻഡ് ഇസ് ആൾസോ പ്രിഫേർഡ് ടു എസ് എ, അതായത് നമ്മുടെ അവര് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് PRC, ദാറ്റ് ഈസ് റിപ്പബ്ലിക് ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ഈ ദ ഹയസ്റ്റ് പോരെ, ഹയസ്റ്റ് ലോ ഓഫ് ദ ലാൻഡ്. അതിന്റെ അപ്പുറം പരന്തും പറക്കില്ല. The courts in China administer people justice, the justice in the interest of the soul. അതൊക്കെ പറച്ചിലുള്ളൂ കേട്ടോ. rather than providing individual justice. എവിടെ ഇൻഡിവിജ്വൽ ജസ്റ്റിസ് അവിടെ ഉള്ളത്? കോവിഡ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞ ആളെ മുക്കിലിട്ടു. കൊല്ലാഞ്ഞത് വാങ്ങി നാടെടുത്ത് എന്തോ ചെയ്തു അയാളെ. അവിടെ തല കണ്ടിട്ടില്ല, അയാളെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ കോവിഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ലബോറട്ടറി എന്ന് പറഞ്ഞ ആളെ അതിപ്പോ ഈയിടെയായിട്ട് മരിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ കൊല്ലില്ല, മരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ഈ സ്വാതന്ത്ര്യമൊന്നും ഇല്ല, പേടിക്കണ്ട. The courts in PRC do not have general power of judicial. ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. നോക്കൂ, ഒരു തീരുമാനം എടുത്താൽ പിന്നെ റിവ്യൂ ഇല്ലാന്ന് പറയാം. അങ്ങനെയല്ല ഇന്ത്യ. There are 4 levels of 4 ലെവലുണ്ട്. കേട്ടോളൂ. ഗ്രാസ് റൂട്ട് ബേസിക് പീപ്പിൾ കോട്ട് 3040, ഇന്റർമീഡിയറ്റ് കോട്ട്, അങ്ങനെ 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 പോകുന്നു. ഓക്കെ. ജനറലി ദർ ആർ സെവറൽ ഡിവിഷൻ, പല ഡിവിഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇല്ലേ മജിസ്ട്രേറ്റ്, ഇത് ഹൈക്കോട്ടൊക്കെ ഇല്ലേ. എവറി കോർട്ട് ഹാസ് 1 പ്രസിഡന്റ്. അതായത് ഒരു ആരാ ലീഡ് ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. ആ പ്രസിഡന്റ് അല്ല രാജ്യത്തിന്റെ, ഓരോന്നിന്റെ തലവൻ, ഓരോരോ സ്ഥാപനത്തിന്റെ. സുപ്രീം കോർട്ട്, പീപ്പിൾ കോർട്ട്, ഇന്റർമീഡിയറ്റ് കോർട്ട്, ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ ജുഡീഷ്യറി ഇൻ സൗത്ത് ആഫ്രിക്ക, കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, സുപ്രീം കോർട്ട് ഓഫ് അപ്പീൽ അവിടുത്തെ. പിന്നെ ഏറ്റവും വലുത് മജിസ്ട്രേറ്റ് കോർട്ട്. ഒക്കെ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ആണ് കേട്ടോ, ഓരോ രാജ്യങ്ങൾക്ക്. ഇത് സൗത്ത് ആഫ്രിക്കയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, ഭരണഘടനാ കോർട്ട്, സുപ്രീം കോർട്ട് ഓഫ് അപ്പീൽ ചെയ്യാനുള്ള കോർട്ട്, അങ്ങനെ പല 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 കോർട്ടും. അതാ വായിച്ചോളൂ. അടുത്ത്, ആസ് നോട്ടഡ് earlier, there are also special court in South Africa which work in specific area. അങ്ങനെ ചില കോർട്ടുണ്ട്. ഏതാണ്? ലേബർ, ലാൻഡ്, നമ്മുടെ സ്ഥലങ്ങളെ പറ്റിയിട്ട് ക്ലെയിം. ആരെങ്കിലും എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അത്, ടാക്സ്, നികുതി, ഇലക്ഷന്റെ. there is a system of high court in the high court, the following. അപ്പൊ അതിലെ ലേബർ കോർട്ട്, ഇലക്ടറൽ കോർട്ട്, ടാക്സ് കോർട്ട്, നികുതി ഇതിനെ പറ്റി. കോമ്പറ്റീഷൻ അപ്പീൽ കോർട്ട്. ചിലവർ പറയാം ഞങ്ങൾ നമ്പർ 1 ആണ് എന്ന് പറയുന്നില്ലേ. അവിടെ കോമ്പറ്റീഷൻ ചെയ്ത് ഞങ്ങൾ നമ്പർ 1 ആണ് പറയുന്നത്. നമ്പർ 1 അല്ലെങ്കിൽ കോടതി തീരുമാനിക്കും നീ എന്തിനാ ആളെ ചീറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഹീറോ ഹോണ്ട ലോകത്തിലെ നമ്പർ 1 സപ്പോസ് വിചാരിക്കുക. നമ്മുടെ ടൂ വീലർ മാനുഫാക്ചർ, അതല്ല വേറെ ആളുടെ വിചാരിക്കുക. അപ്പൊ ഇവർ പേര് കേസ് കൊടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ അനുവദനീയമല്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള. ബ്രിക്സ് രാജ്യങ്ങളിലത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതിന്റെ ഓരോ ഹൈറാർക്കി ഏതൊക്കെയാണ് എന്നും, ലോക്കൽ ലെവലിലെ ഇന്റർമീഡിയറ്റും റീജിയണലും അതും ഹൈക്കോടതിയും സുപ്രീം കോടതിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ 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 പോകുന്നു. ജുറിഡിക്ഷൻ, ഓരോന്നിന്റെ ജുറിഡിക്ഷൻ. പിന്നെ കൺട്രി, നെയ്മലി ബ്രസീൽ, റഷ്യ, സൗത്ത് ആഫ്രിക്ക ഹാവ് എ സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് കോർട്ട് ഉണ്ട്, നമുക്കില്ല. നമ്മുടെ സുപ്രീം കോർട്ടാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അറ്റ് ദ ടോപ്പ് ലെവൽ ഫോർ ഡീലിംഗ് വിത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ. പിന്നെ ഇത് വായിച്ചോളൂ. ഇനി ഞാൻ പറയാനുള്ളത്, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജസിനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇംപീച്ച് ചെയ്യാനേ പറ്റൂ. പാർലമെന്റ് ഇംപീച്ച് ചെയ്യണം. ഹൈക്കോടതിയിലെ ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയെ നിങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാലാവധിയുടെ മുമ്പേ. തക്കതായ കാരണങ്ങള്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവദോഷ്യം, അല്ലെങ്കിൽ ഇൻസോൾവെന്റ്, അങ്ങനെയുള്ള പല സെക്ച്വൽ ഹരാസ്മെന്റ്, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചില സമയത്ത്. അങ്ങനെ പല നടന്നുണ്ട് നമ്മുടെ. അപ്പൊ ഇതുണ്ടെങ്കിൽ കേസുകൾ ഒന്നില്ലെങ്കിൽ രാജിവെച്ച് പോക്കോളാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പേര് പറയാൻ പറ്റില്ല ഇവിടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കൽക്കത്ത കോർട്ടില്, ഭോപ്പാലിൽ ഉണ്ടായിട്ടുണ്ട്, മധ്യപ്രദേശിലോ എവിടെ ഉണ്ടായിട്ടുണ്ട്. ഉടനടി രാജിവെച്ച് പോക്കോളാം, ഇല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യും. ഇംപീച്ച് പറഞ്ഞാൽ 2/3 മെജോറിറ്റി പാർലമെന്റിൽ ടെർമിനേറ്റ് ചെയ്യും. പക്ഷെ ഐ ആം ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് സോ ഫാർ ഒരു ജഡ്ജിനെയും നമ്മുടെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തിട്ടില്ല. ഒരാളുടെ ഏകദേശം അവിടെ വന്നു, പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അനുവദിച്ചില്ല. പക്ഷെ മാറ്റാനുള്ള, പക്ഷെ 1-2 കേസ്, അത് ഞാൻ പേര് പറയുന്നില്ല, എഗെയിൻ പേര് പറയാൻ പാടില്ല, കാരണം ഓൾ ഇന്ത്യ ലെവലിൽ ടെലികാസ്റ്റാണത്. ഇങ്ങനെ ചില ഇഷ്യൂസ് ഒന്നും, എന്താ ലോവറിൽ വർക്ക് ചെയ്യുന്നൊരു ഇത്
മജിസ്ട്രേറ്റ് മറ്റേ അല്ലേ ലോ അഡ്വക്കേറ്റ് എന്തോ ചില പ്രശ്നങ്ങൾ സ്ത്രീകളായിട്ട് എന്തോ പ്രശ്നമായിട്ട് അങ്ങനെ എന്തോ കേസ് വന്നു. ഉടനെ രാജിവെച്ചു. ബെറ്റർ രാജിവെച്ച് പോക്കളാനാണ് നല്ലത്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനത്തെ കേസ് വന്നാൽ വളരെ മോശമാണ്. പിന്നെ അപ്പോ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ കോടതിയിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്താൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല. പിന്നെ അടുത്ത് ഹൈക്കോടതിയിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഹൈക്കോടതിയിൽ നമ്മുടെ ജഡ്ജിനെ മാറ്റണം വെച്ചാൽ ഇതേമാതിരിയാണ്. കാരണം അവര് പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് 5 മെക്കാനിസം ഓവർ അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി ആൻഡ് കൺട്രോൾ. ബ്യൂറോക്രസിയെ പറ്റി പറയണ്ടല്ലോ. ബ്രസീലിലത്തെയും ചൈനയിലത്തെയും റഷ്യയിലത്തെയും ഇന്ത്യയിലത്തെയൊക്കെയാണ് ബ്യൂറോക്രസി. അവരെല്ലാം നമ്മളെ ഓടിക്കുന്നത്, നമ്മുടെ രാജ്യം തന്നെ ഓടിക്കുന്നത്. IAS, IPS, IRS, IFS, നല്ലതിനും നല്ലതില്ലാത്തതും ഒക്കെ ആളുകൾ ചില ക്വാളിഫൈഡ് ആളുകളാണ്. പക്ഷെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിവിൽ സർവൻ്റ് ഉണ്ട്. അല്ലാത്ത എന്താ പറയണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന IAS ഓഫീസർമാരുണ്ട്. ബ്യൂറോക്രാറ്റ്സ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ പാലിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യണം. ആഫ്റ്റർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം, അവർ ഭരണഘടന ലംഘിക്കരുത്, റൂള് പാലിക്കണം, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ബ്യൂറോക്രാറ്റ്സിനാണ്. നമ്മുടെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ഇവരൊക്കെ. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ മറ്റുള്ളവരും ചെയ്യണം. ഞാൻ എൻ്റെ അർത്ഥം ഇവർക്ക് മാത്രമല്ല. So, in various participant stakeholders in the policy process, the 3 wings of the government, executive, legislative, judiciary, പ്ലെയിനും ഒക്കെ കുറെ പറഞ്ഞതാണ്. However, it is also established fact due to variety of factors, the bureaucracy ആണല്ലോ, ബ്യൂറോക്രസി ആണല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭരണം. കണ്ടില്ലേ, പ്രിൻസിപ്പൽ സെക്രട്ടറി, ആ സെക്രട്ടറി, ഈ സെക്രട്ടറി കൊണ്ടിട്ട് എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് ചില സമയത്ത് അറിയാലോ. കൂടുതൽ പറയുന്നില്ല. However, it is also established fact that due to a variety of factors, the bureaucracy plays a major role. പക്ഷേ നിങ്ങൾ മറക്കരുത്, ചില ഏറ്റവും നല്ല നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇന്ദിരാഗാന്ധിയുടെ ടൈമില് PC അലക്സാണ്ടർ ഉണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് സിവിൽ സർവന്റ്. അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഞാൻ അയാളുടെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഉണ്ടായിരുന്നത്. അയാൾ പിന്നെ ഗവർണറായി, മദ്രാസ് ഗവർണർ, തമിഴ്നാട് ഗവർണർ, എല്ലാവരും. ഫോർച്യൂനറ്റ്ലി ഈസ് എ മലയാളി. അയാൾ മനിലയിലെ എത്രയോ ശമ്പളം മേടിച്ചിട്ട് UNOന്റെ എന്തോ ഒരു അസൈൻമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി കണ്ടിട്ട് ₹1 സാലറിയില് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇന്ദിരാഗാന്ധി അപ്പോയിന്റ് ചെയ്തോളൂ. വളരെ കാലം അയാള് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതേമാതിരി പല പല സിവിൽ സർവന്റും വളരെ നല്ല മിടുക്കന്മാരായിട്ടുള്ള സിവിൽ സർവന്റ് ഉണ്ട്. മനസ്സിലായോ? പക്ഷേ ഈ സിവിൽ സർവന്റിനൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല. അറിയാമോ? കൂടുതൽ സമയം ഇല്ലാത്തതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് കേരള, രാജീവ് നാരായണസ്വാമി, IAS റാങ്ക് 1, 17ഓളം എക്സാമിനേഷനിലെ എഞ്ചിനീയറിംഗിൽ നമ്പർ 1, അവിടെ 10ാം ക്ലാസ്സിൽ നമ്പർ 1, 12ാം ക്ലാസ് പ്രീ ഡിഗ്രിയിൽ നമ്പർ 1, ഗ്രാജുവേഷനിൽ നമ്പർ 1, പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്പർ 1 ഇൻ ദ സ്റ്റേറ്റ്, ലോ നമ്പർ 1 ഇൻ ദ കൺട്രി, ലോ കോമ്പറ്റീറ്റീവ് കോമ്പറ്റീഷനിലെ IAS റാങ്ക് 1, എല്ലാ റാങ്ക് 1, 17 MBA റാങ്ക് 1. അയാള് അങ്ങനെയുള്ള ആളാണ്, സത്യസന്ധനായ ആള്. പക്ഷേ ഒരു സ്ഥലത്തും ഇരുത്തിയിട്ടില്ല. എവിടെയെങ്കിലും കൊണ്ട് ഗോഡൌണില, പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റില ഈ ചാക്കും മറ്റേതൊക്കെ ഇല്ല, അവിടെ കൊണ്ടിട്ട് വിടും. ഇപ്പൊ അഡീഷണൽ സെക്രട്ടറി എന്നാണ്. ഞാൻ കുറ്റം പറയല്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ അറിയാലോ, പറയണ്ടല്ലോ. ഒരു കർണാടകത്തിൽ, ഞാൻ എഗെയിൻ പേര് പറയുന്നില്ല, ഒരു IPS സ്ത്രീ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു 40 പ്രാവശ്യം 20 കൊല്ലത്തിനുള്ള 40 പ്രാവശ്യം ട്രാൻസ്ഫർ, 20 കൊല്ലത്തിന്റെ സർവീസില് 45 പ്രാവശ്യം അയാൾ ഹോം സെക്രട്ടറി പോലും ഉണ്ടായിരുന്നു. എങ്ങനെ ട്രാൻസ്ഫർ അറിയാം? ഒരു ഉദാഹരണം പറയാം, കൊച്ചു ഉദാഹരണം. ട്രാൻസ്ഫർ ഡോക്ടർ ജയലളിത കർണാടക ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തോ അവിടുത്തെ ഒരു ജയിൽ എന്തോ IG DGP എന്തോ ഉണ്ടായിരുന്നു ഈ സ്ത്രീ, നമ്മുടെ പോലീസ് IPS. അപ്പൊ അവിടെ എന്ത് ചെയ്തറിയോ? സാധാരണ അവിടെ ഓരോരോ ജയിൽ ആളുകൾക്ക് റൂം, അതേമാതിരി ഭക്ഷണം ചെയ്ത് കൊടുക്കണതൊക്കെ തീരുമാനം. അവിടെ ജയിൽ മാനുവൽസ് ഉണ്ട്, അതല്ലേ കൊടുക്കുക.
ഇവർക്ക് ഇഡ്ഡലി സാമ്പാർ അതേമാതിരി AC റൂം ഒക്കെ കൊടുത്തു. ഇത് ഇത്രേ കണ്ടു. അപ്പൊ എല്ലാവരും ഒരേമാതിരി അല്ലേ? ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ അതെന്തായിക്കോട്ടെ, പക്ഷെ ജയിൽ പുള്ളിയല്ലേ, നമ്മുടെ കോടതി ശിക്ഷിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് പറ്റ മുഴുവൻ എടുത്തു കളഞ്ഞു, എല്ലാ ഫെസിലിറ്റീസ് എടുത്തു കളഞ്ഞു. അവര് TV ഉണ്ടായിരുന്നു കാണാൻ, TV എടുത്തു കളഞ്ഞു. കാരണം മറ്റുള്ളവർ അതേ തിയേറ്ററിൽ എന്തുണ്ടോ അത് മാത്രം കിടക്ക, സ്പെഷ്യൽ കിടക്ക, മറ്റേ ഓ നോ, മറ്റുള്ളവർ കിടക്കുന്ന കിടക്ക കൊണ്ടി കൊടുത്തു, അതിൽ കിടക്കാൻ പറഞ്ഞു. അപ്പൊ അത് അറിയാമല്ലോ, പ്രചരമായി തുറന്നു. പിറ്റേ ദിവസത്തിനെ ട്രാൻസ്ഫർ ചെയ്തു, മനസ്സിലായില്ലേ? അപ്പോ ഷി വാസ് വെരി ഹാപ്പി. അതേമാതിരി അഡീഷണൽ ഹോം സെക്രട്ടറി ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോരോ കേസ് ഞാൻ കഥ ഇതിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 45 പ്രാവശ്യം ആ സ്ത്രീയെ ട്രാൻസ്ഫർ ചെയ്തു, 20 years. എന്താണ് കാരണം? ഷി വാസ് വെരി ഹോണസ്റ്റ് ആൻഡ് ഡിഫിഷ്യന്റ്. അതിന്റെ അർത്ഥം ഗവൺമെന്റിന് ആവശ്യമില്ല എന്നല്ല, പക്ഷെ ചില സമയത്തൊക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഇത് കണ്ടറിയാൻ ആൾക്ക് സാധിക്കണം, അതാണ് വേറൊരു കാര്യം. നമ്മുടെ അജിത് ഡോവൽ, ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി. ഞാൻ അയാളെ പറ്റി കൂടുതൽ പറയില്ല കേട്ടോ, കാരണം അങ്ങനെ പറയാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. വളരെ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. കേരള കേഡർ IAS അത് IPS ആണ് ഉള്ളത്. കേരള കേഡർ കരുണാകരൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് he was working in Kerala. സെയിം വേ നമ്മുടെ നിതി ആയോഗിന്റെ അമിതാഭ് കാന്ത്, he was district collector of കോഴിക്കോട്, മനസ്സിലായേ? അപ്പൊ നല്ല ആളുകളെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അവര് യൂട്ടിലൈസ് ചെയ്യാൻ അറിയണം. എന്നാലേ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഫ്ലറിഷ് ചെയ്യൂ. അവര് നിൽക്കുന്ന കാര്യം അച്ഛാ, ഇനി ഒരു കാര്യം പറയട്ടെ. ഈ രാജു നാരായണസ്വാമി നമ്മളങ്ങ് തട്ടിക്കളിച്ച് വെച്ചു. ഇലക്ഷൻ കമ്മീഷണർ എവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലോ, ജമ്മു കാശ്മീരിലായിക്കോട്ടെ നാഗാലാൻഡിലായിക്കോട്ടെ, ഒബ്സർവർ ആയിട്ട് വരും. തമിഴ്നാട്ടില് ഈ വോട്ടിന് പൈസ കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, 300 കോടി പെനാൽറ്റി കിട്ടും, ഗവൺമെന്റിൽ കിട്ടും 300 കോടി. 300 crores പെനാൽറ്റി. ലൗഡ് സ്പീക്കർ പാടില്ല പറഞ്ഞാൽ പാടില്ല, പെട്ട ഫൈൻ. 5 മണി കഴിഞ്ഞ് ശേഷം പാടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, പാടില്ല, ചെയ്തവർക്ക് ഫൈൻ. അങ്ങനെ ഉണ്ടായിരുന്നു അയാൾ. അപ്പൊ എല്ലായിടത്തും ഇയാളെ വിളിക്കും. JNKയിലെ ഇലക്ഷൻ, നാഗാലാൻഡ്, എവിടെ ട്രബിൾഡ്, ഛത്തീസ്ഗഡ് ഒക്കെ ഇയാളെ വിളിക്കും. അങ്ങനെ എങ്കിലും അയാൾക്ക് നല്ല ഒരു കൊല്ലം പോലും നല്ല പദവിയില് ഇരിക്കാനുള്ള ചില സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക്കാണ്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. പോട്ടെ. ബ്യൂറോക്രാസിന്റെ പോളിസി മേക്കിംഗ് ഇതൊക്കെ അവരാണ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ. റോൾ ഓഫ് ബ്യൂറോക്രസി ഞാൻ പറയുന്നത് ജസ്റ്റ് എന്തുകൊണ്ടാണ് പോസിറ്റീവ് എടുക്കണം കേട്ടോ, നെഗറ്റീവ് എടുക്കരുത്. കാരണം ഇവരാണ് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, സമയത്തിന്റെ അഭാവം കൊണ്ടാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു എറണാകുളം കളക്ടർ അവിടെ ബ്രഹ്മപുരം പ്ലാന്റിന്റെ അവിടെ തീപിടിച്ചിട്ട് അക്കമിലേറ്റ് 15 കൊല്ലത്തെ 20 കൊല്ലത്തെ കച്ചറ കൊണ്ടുവന്നിട്ടതാണ് അവിടെ. കാര്യം മനസ്സിലായില്ലേ? അത് മാലിന്യങ്ങളാണ്. എല്ലാ കൊച്ചി നഗരത്തിന്റെ 2-3 മുനിസിപ്പാലിറ്റി മുഴുവൻ അതാണ്. ഈ സ്ത്രീ ചാർജ് എടുത്തത് ആകെ 4-5 മാസമേ ആയിട്ടുള്ളൂ. നമ്പർ 2 ആണ് IAS റാങ്ക് ആ സ്ത്രീയുടെ. നമ്പർ 2, ഭർത്താവിന്റെ നമ്പർ 2, നമ്പർ 3, മനസ്സിലായില്ലേ? ഭർത്താവ് നമ്പർ 2 ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു കൊല്ലത്തിന്റെ വ്യത്യാസമാണ് ഭാര്യയും ഭർത്താവും. നമ്പർ 2 ആണ്. ആ സ്ത്രീ ചാർജ് എടുത്തിട്ടേ ഉള്ളൂ, 3-4 മാസത്തേ ഉള്ളൂ. തീ പിടിച്ച സമയത്ത് അവിടെ മാലിന്യം പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ആ സ്ത്രീകൾ മാറ്റി. പോരാ, മാറ്റിയിട്ട് ദപ്പ വരണം നോക്കും, ഡെയിലി നോക്കും. അഴിമതിയുടെ കൂമ്പാരം, ബാക്കി ഞാൻ പറയുന്നില്ല. അത് ആ സ്ത്രീ എന്തെങ്കിലും പാവം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അവരെ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് റോൾ ഓഫ് ബ്യൂറോക്രസി പറഞ്ഞാൽ അവർ നല്ലവരുണ്ട്, അവർ കഠിനാധ്വാനം ചെയ്യുന്ന, രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. വിശ്രമം ഞാൻ പേര് പറയുന്നില്ല. എഗെയിൻ ഒരു കലക്ടർ ഇവിടെ ചാർജ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കർണാടകയിലേറ്റാണ് പ്രസവിച്ച് കുട്ടിയെ കാണാൻ പോലും അയാൾക്ക് 6 മാസം പോകാൻ പറ്റില്ല. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂര്. കാരണം അത്ര നമ്മുടെ വെള്ളപ്പൊക്കം മാറ്റം. എറണാകുളത്തിൽ ഏറ്റവും അഫക്ട് ചെയ്ത പെരിയാർ റിവർ, ഓവർഫ്ലോ, കംപ്ലീറ്റ് സ്വന്തം കുട്ടിയെ കാണാൻ പോലും ഇയാൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല കംപ്ലീറ്റ്. അങ്ങനെയുണ്ട്, അത്ര കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ കോൺട്രിബ്യൂഷൻ.
സോ ഡീസെൻട്രലൈസിങ് ദ സോഷ്യൽ സർവീസ്, ഔട്ട്സോഴ്സിങ് സർട്ടൻ ചില കാര്യങ്ങളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇത് മറ്റുള്ള ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ഔട്ട്സോഴ്സിങ്. ഇപ്പൊ നമ്മുടെ IT ഒക്കെ ഔട്ട്സോഴ്സിങ് അല്ലേ. സെപ്പറേഷൻ, പോളിസി, ബ്യൂറോക്രാറ്റ്സ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ആര് വേണം, ആര് വേണ്ട, എങ്ങനെ വേണം, ഏത് വിധത്തിൽ റിക്രൂട്ട്മെന്റ് വേണം എന്നൊക്കെ ബ്യൂറോക്രാറ്റ്സ് ആണ് തീരുമാനിക്കുന്നത്. റോൾ ഓഫ് ബ്യൂറോക്രസി, പോളിസി മേക്കിംഗ് ബ്യൂറോക്രസിയാണ്. അവരാണല്ലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോന്നും. ഗവൺമെന്റിന്, മിനിസ്റ്റർക്ക് ഓരോരോ പോളിസി അവരാണ് ഉണ്ടാക്കുന്നത്. റഷ്യയിലും കണ്ടോ, ഡുമ 45 ഡെപ്യൂട്ടി, ഇത് റഷ്യയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ സിറ്റിസൺ അമെന്റ്മെന്റ് സച്ച് അവിടെയും ഇതേമാതിരി ഉണ്ട്. ഓഫ് ദീസ് ആർ ബാക്ക്ഡ് ബൈ 1,00,000 സിഗ്നേച്ചർ. ഓരോരുത്തരുടെ ഓരോ റൂൾസ് ആണ്. അപ്പൊ കൂടുതൽ വായിച്ചാൽ മതി കേട്ടോ. റഷ്യത്തെ കാര്യമാണ്. ഇനി ഇന്ത്യ ഇത് ഈ 1, 2, 3 സെയിം ആണ്. ഇവിടെ 2, 3 പാർലമെന്ററി സിസ്റ്റം ആണ് ഇന്ത്യയിലെ. പോളിസി മേക്കിംഗ് ബ്യൂറോക്രാറ്റ്സ് തന്നെയാണ് അതും. പക്ഷേ ബ്യൂറോക്രാറ്റ് മിനിസ്റ്റർക്ക് പുട്ടപ്പ് ചെയ്യണം. മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അല്ലാണ്ട് ബ്യൂറോക്രാറ്റ്സ് അല്ല. ബ്യൂറോക്രാറ്റ്സിന് അസംബ്ലിയിൽ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ അവർക്ക് പുട്ടപ്പ് ചെയ്യാനേ പറ്റൂ മന്ത്രിക്ക്. ഓക്കെ, മന്ത്രി ഈസ് റെസ്പോൺസിബിൾ. ഓക്കെ, സോ ആസ് ഫാർ ആസ് ഇംപ്ലിമെന്റേഷൻ അത് പറഞ്ഞു. ലീഡർഷിപ്പ്, പക്ഷെ മിടുക്കന്മാരായ ആളുകളെ വേണം. നല്ല വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരെ ഗൈഡ് ചെയ്യണം. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ചിലർ കുറുക്കിടുണ്ട്, പക്ഷെ നിഷ്കളങ്കരായ ആളുകളുണ്ട്. ചില സമയത്ത് അവർ കൊടുക്കരുത്. ഈ മന്ത്രിമാരെ ഇവര് വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റും. കാരണം അവർ മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല. ചില സമയത്ത് അവർക്ക് വായിക്കാൻ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ മന്ത്രിമാർക്ക്. അപ്പൊ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വളരെ നല്ല വിധത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഓടിക്കേണ്ട ചുമതല ബ്യൂറോക്രാറ്റ്സിനാണ്. ഓവർ ദ ഇയർ സ്റ്റഡി എക്സ്പാൻഷൻ. പിന്നെ ഇവരുടെ ചുമതലകള് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഭയങ്കര എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. ഇനി അത് കൂടാതെ അറ്റാച്ച്ഡ് ഓഫീസിന്റെ നമ്മുടെ കയ്യിൽ ONGC കോർപ്പറേഷൻ, LIC കോർപ്പറേഷൻ, ഫുഡ് കോർപ്പറേഷൻ ഒക്കെ ഇല്ലേ, അതന്നെ. കമ്പനി രജിസ്റ്റേർഡ് ഷിപ്പ്യാർഡ്, അത് ഇത് കമ്പനിയാണെങ്കിലേ BHEL എന്നൊക്കെ, അതന്നെ കമ്പനി. സൊസൈറ്റി അണ്ടർ ദ NGO ഒക്കെ ഉണ്ട്. പല സൊസൈറ്റി ഒക്കെ ഉണ്ടല്ലേ. നമ്മുടെ ക്യാൻസർ സൊസൈറ്റി, റെഡ് ക്രോസ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ പോളിസി. അതേമാതിരി ഓരോ രാജ്യങ്ങളുണ്ടെന്ന് അർത്ഥം, മനസ്സിലായില്ലേ. പിന്നെ ചൈന, bureaucracy in policy process. Role of bureaucracy in policy making China cannot be understood if we do not look at main Chinese political Communist Party എന്താ പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യണം. Political observer do not try to characterize the Chinese political system as an authoritarian bureaucrat. അവരുടെ to down model with the standing committee, അങ്ങനെ പല പോളിറ്റ് ബ്യൂറോ, മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ, അവരാണ് പോളിസി ഉണ്ടാക്കുന്നത് അവിടെ. അത് ഇംപ്ലിമെന്റ് ചെയ്യാനേ പറ്റും ഇവർക്ക്, ആർക്ക്, ബ്യൂറോക്രാറ്റ്സിന്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ മിലിറ്ററി കമ്മീഷന്റെ, മിനിസ്ട്രി കോമേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജിന്റെ അതൊക്കെ നമുക്കുണ്ട് കേട്ടോ. അത് ഓരോ ഡിപ്പാർട്ട്മെന്റാണ്. സോ ഓവറോൾ പോളിസി പ്രോസസ് ഇൻ ചൈന ക്യാരക്ടർ ബൈ ഫ്യൂ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ചൈനയുടെ ഓരോ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്യൂറോക്രസി പ്ലേസ് എ ഡോമിനേറ്റിംഗ് റോൾ. അവരാണ് റൂൾ ദ വോൾ പ്രോസസ് വിച്ച് ഓവർലാപ്പ് വിത്ത് ദ ഗവൺമെന്റ് ബ്യൂറോക്രസി, process including that deliberation, consultation, അങ്ങനെയൊക്കെ. കോമൺ ചൈനീസ് ബ്യൂറോക്രാറ്റ് സിസ്റ്റം ദാറ്റ് ആർ ഫ്രീക്വന്റ് ചൈനീസിൽ ഡിസഗ്രിമെന്റ് ഉണ്ട്. കാരണം അവർ പറഞ്ഞതും ഇവരും പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. പക്ഷെ അവിടെ ഡിഫറൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെ തെറിക്കും അവിടുന്ന്. സോ ഓഫ് ഒപ്പീനിയൻ ഫോർ വിച്ച് ദ ബ്യൂറോക്രാറ്റ്സ് ഇൻഡൽജ് ബാർഗൈനിങ് പ്രോസസ് ത്രൂ നെഗോഷിയേഷൻ പ്രോസസ് ആൻഡ് സം പ്രഷർ ടാക്ടിക്. പ്രഷർ, അതായത് നമ്മളെ ലോയല് യെസ് എന്ത് തെറ്റ് പറഞ്ഞാലും ജി കറക്റ്റ് യെസ് സാർ ഹീസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന പ്രശ്നമില്ല. സൗത്ത് ആഫ്രിക്ക, the bureaucracy administration South Africa is working as per the spirit of the constitution to fulfill the democratic ideals. The government follows principle of separation of powers in the legislature, executive. അങ്ങനെ ഓരോരോ റൂൾ ഉണ്ട്. പാർലമെന്റ്, അസംബ്ലി നടത്തുന്ന, എക്സിക്യൂട്ടീവ് നടത്തുന്ന, ഭരണം നടത്തുന്ന, ജുഡീഷ്യറി നടത്തുന്ന, ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ അത് നമ്മുടെ ഇന്ത്യയിലും അത് ഇൻഡിപെൻഡന്റ് ആണ്. Bureaucracy, as in most other countries, perform various vital functions within the government, not only towards execution of policy and laws, but also in their making and analysis. Okay, before അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ബ്യൂറോക്രസി പറ്റിയിട്ടാണ് പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആൻഡ് ദ പാർലമെന്ററി സെറ്റപ്പ് ബോത്ത് പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ പോളിസി പ്രോസസ്. ഇവരൊക്കെ പോളിസി ഉണ്ടാക്കാൻ വളരെയധികം പ്രാധാന്യം വന്നു. അങ്ങനെ റൂളിംഗ് പാർട്ടി കോൺഫറൻസസ് അങ്ങനെയൊക്കെ നടത്തുന്നു. പലരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ബ്രോഡർ ഗ്ലോസ്, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, പിന്നെ ഇവിടെ ഒന്നും കൂടി ഉണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വെൻ യു മേക്ക് എ പോളിസി യു ഷുഡ് ഗെറ്റ് ഇൻപുട്സ് ഫ്രം ദ ജനറൽ പബ്ലിക് സോ ദാറ്റ്
it will be well accepted by the citizen. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ആരോടും ചോദിക്കാതെ റൂൾ കൊണ്ടുവന്നാൽ ചില സമയത്ത് ജനങ്ങൾ സ്വീകരിക്കില്ല. പല സംഭവം ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടിരിക്കണം നമ്മൾ ഓരോ റൂൾ കൊണ്ടുവരാൻ. അതല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ബ്യൂറോക്രസി ഇവിടെ കൺട്രി പെർഫോം വൈഡ്. ഓക്കെ, അങ്ങനെയുള്ള before we move further to discuss the role of South African bureaucracy, we can have a brief policy. South African administrative structure and parliamentary sector both play important role. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യൽ സ്റ്റേജ് റൂളിംഗ് പാർട്ടി കോൺഫറൻസ് അങ്ങനെ ഡിസൈഡഡ് ദെൻ റൂൾ, എന്നിട്ട് അത് ലീഗലായിട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. ഇനി in this unit we have noted that the policy is a product of various players such as political, executive, legislature, ബ്യൂറോക്രസി, സിവിൽ സൊസൈറ്റി, സിറ്റിസൺ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഇവരുടെയൊക്കെ സംഭാവനയുണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, ലെജിസ്ലേറ്റർ ഉണ്ടല്ലോ, അസംബ്ലി പാർലമെന്റ്, ബ്യൂറോക്രസി ഉണ്ടല്ലോ, സിവിൽ സൊസൈറ്റി ഉണ്ടല്ലോ. സിവിൽ സൊസൈറ്റി പ്ലേസ് എ വൈറ്റൽ റോൾ. അവര് ഫീഡ്ബാക്ക്, അവരുടെ റോളല്ലേ സിവിൽ സൊസൈറ്റി. അവരല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആൻഡ് സിറ്റിസൺ. അല്ലാണ്ട് ബ്യൂറോക്രാറ്റിനെ എല്ലാം ചെയ്യാൻ പറ്റുമോ? ചെയ്യുന്നത് ആരാ? സൊസൈറ്റി അല്ലേ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് സിസ്റ്റം, മറ്റേത് ഓരോരോ NGOs ഇവരൊക്കെ ചെയ്യുന്നത്. സോ however the role of each these varies from country to country. ഓരോരോ രാജ്യത്തിനും ഡിഫറെന്റ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൾ പൊളിറ്റിക്കൽ, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണെന്ന് നോക്കണം. സ്റ്റെബിലിറ്റി വേണം. സോ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് and the nature of governance and citizenry, ജനങ്ങളുടെ. As we have noted in this unit, bureaucracy plays a significant role in not only in the implementation but also അപ്പോൾ bureaucracy formulationന്റെ ഇതിനെ പറ്റിയാണ്. During the last 2 decades, a number of reforms have been initiated. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 20 കൊല്ലമായിട്ട് അനവധി റിഫോംസ് ഓരോ രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളും. കാരണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും പുതിയ സാഹചര്യങ്ങളനുസരിച്ച്, ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ, ഹെൽത്ത്, ഫുഡ്, പോവർട്ടി ഇറാഡിക്കേഷൻ, ഇങ്ങനെയൊക്കെ. സോ ട്രാൻസ്പെറൻസി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിൾ ആണ്. എന്ത് ചെയ്യുമ്പോഴും അതിന് അക്കൗണ്ടബിലിറ്റി വേണം. വിത്ത് ഇന്റൻഡഡ് റിഫോം ഓരോന്ന് റിഫോം ചെയ്തു വരികയാണ്. ദ ഗവൺമെന്റ് ഇൻ ദീസ് കൺട്രീസ് ആർ എക്സ്പെക്ടിങ് ബെറ്റർ ഇംപ്ലിമെന്റേഷൻ. ഓരോ രാജ്യത്തും വളരെ നല്ല ബെറ്റർ ആയിട്ട് ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം ഓഫ് ദീസ് പോളിസീസ് ബൈ ബ്യൂറോക്രസി ആസ് വെൽ ആൻഡ് ഇംപ്രൂവ്ഡ് ആൻഡ് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പോളിസി മേക്കിംഗ്. അപ്പൊ ഇവരൊക്കെ എന്താ അറിയോ, എല്ലാം പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. ഇതെല്ലാം നമ്മുടെ സിവിൽ സൊസൈറ്റിക്കും ജനങ്ങൾക്കും ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടും ഓരോരോ റൂൾ ഉണ്ടാക്കുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടി ജനങ്ങൾക്ക് ആക്സെപ്റ്റൻസിനോട് കൂടി ആയിരിക്കണം. അതാണ് എല്ലാ രാജ്യത്തും ചെയ്യുന്നത്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കണ്ടമാനം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. See you tomorrow. Thank you very much.